നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ വളരെ ലളിതമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇസ്ലാം മത വിമർശകർ മാത്രമല്ല ആധുനിക കാലത്ത് ഇസ്ലാമിക പ്രബോധകർക്ക് വെല്ലുവിളിയാകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ പരസ്യമായിട്ട് ചോദിക്കാനും പറയാനും സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ഒക്കെ വിശ്വാസി സമൂഹത്തിലുള്ള ആളുകൾക്ക് ധൈര്യം ഉള്ള ഒരു കാലത്ത് ഉസ്താദുമാരെയും പ്രബോധകരെയും ഒന്നും അത്ര വലിയ കാര്യമാക്കാത്ത കാലത്ത്, ഓൺലൈൻ ആംഗ്ലമാരെയും അമ്മാവന്മാരെയും ഒന്നും ബലവെക്കാത്ത കാലത്ത്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ, എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ധൈര്യം കാണിക്കുന്ന പുതിയ തലമുറ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ അൺമാസ്കിംഗ് അനോമലീസ് നടത്തുന്ന ഒരു സീരീസ് തന്നെ ഉണ്ട്. എന്താണ്? റീൽസിന് ഉള്ള റിയാക്ഷൻ, അതായത് ചെറിയ ഷോർട്ട് വീഡിയോകൾ, റീൽസ്, അതിനൊക്കെ എതിരെയുള്ള മീൻസ് അതിനോടൊക്കെയുള്ള പ്രതികരണ വീഡിയോകളാണ്. അത്തരത്തിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പ്രതികരണ വീഡിയോ 2 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്താണോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്നലെയാണോ മിനിഞ്ഞാന്നോ? അപ്പൊ അത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്, അല്ലെങ്കിൽ വലിയ അപകടങ്ങളല്ല, അതിനപ്പുറത്തേക്ക് വലിയ അക്രമങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന പടച്ചോൻ എങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിനുള്ള അബ്ദുള്ള ബാസിലിന്റെയും സമദിന്റെയും ഒരുമിച്ചിരുന്നുള്ള മറുപടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കബറടക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് അൺമാസ്കിംഗ് അനോമലീസ് ടീം സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ കുഴിവെട്ടി മൂടുക എന്നതാണ് കേരളത്തിൽ അൺമാസ്കിംഗ് അനോമലീസ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. ഇസ്ലാമിന്റെ അനോമലീസ് ആണ് ഇവർ പ്രധാനമായിട്ടും അൺമാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ, അതേപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമങ്ങളുടെ, ഖുർആനിന്റെ, മുഹമ്മദ് നബിയുടെ, ഇതിനെയൊക്കെ കുറിച്ചുള്ള അനോമലീസ് ആണ് ഇവർ വളരെ കൃത്യമായിട്ട് അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അൺമാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സീരീസിൽ വളരെ ലളിതവും എന്നാൽ ശക്തവും ആയിട്ടുള്ള അള്ളാഹുവിന്റെ കബറടക്കം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കബറടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ ഇടയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ചെറുതെങ്കിലും ഇത്. നിരവധി വീഡിയോകൾ ഇവർക്ക് പിന്നീട് പ്രശ്നമാവും എന്ന് തോന്നിയാൽ വിസ്ഡംകാർ പൊതുവിൽ റിമൂവ് ചെയ്യാറുണ്ട്. പണ്ട് മുലകുടി ഹദീസിന്റെ വിശദീകരണം മുക്കിയതുപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറാന് എന്തുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടോ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വിട്ട വീഡിയോ, അതിപ്പോൾ റിമൂവ് ചെയ്തു എന്ന് കുറച്ച് നേരത്തെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞാലും പുലിവാല്, പറഞ്ഞില്ലെങ്കിലും പുലിവാല് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോഴാണ് ഈ പണി പഠിക്കാതെ ഈ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ആവേശത്തിൽ കയറി സ്വന്തം പരിപാടി തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഇത് ഇങ്ങനെയിരിക്കും. നമ്മൾ കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇസ്ലാമും പ്രാർത്ഥനയും അള്ളാഹുവും ചൊറിയും കുത്തിയിരിപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് അതിലേക്ക് പോവാം. ഒരു പെൺകുട്ടി മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളുടെ നിലവിളി കേൾക്കാത്ത ദൈവം നമ്മുടെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാനിത് ഇന്ന് രാവിലെ എന്റെ ഇൻസ്റ്റാഗ്രാം തുറന്ന സമയത്ത് ഞാൻ വായിച്ച ഒരു കോട്ടാണ്. ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല, പക്ഷെ ഞാനത് വായിച്ച സമയത്ത് ഞാൻ ഒരുപാട് നേരം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്കൊരു ആൻസർ ഉണ്ടായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. സോഷ്യൽ മീഡിയയിൽ റീസെന്റ് കുറെ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു പീഡനമായി, ഒരു ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കാത്ത പടച്ചോൻ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥന കേൾക്കും? ആ പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്ന വളരെ യുക്തിഭദ്രമായ, വളരെ ഷാർപ്പായ, വളരെ എന്താ പറയാ ഹൃദയസ്പൃക്കായ ഒരു ചോദ്യം. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ സാധാരണയായിട്ട് കറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനൊരു നിരീശ്വരവാദി ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് ഇത് ഷെയർ ചെയ്യാണ്. അപ്പൊ പല ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്നത്. ആ വ്യക്തി അത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. ശരിയാണല്ലോ, അങ്ങനെ ആലോചിച്ചാൽ ഒരു വാലും തലയും ഇല്ലല്ലോ എന്നൊരു സംശയം അദ്ദേഹത്തിന് വരുന്നു. അപ്പോ ഇതിനെയാണ് ഇവർ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇവർ അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മുമ്പിൽ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ ഇസ്ലാമിക പ്രബോധന പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും നിലനിർത്താൻ വേണ്ടി, ഇവരുടെ കച്ചവടം പൂട്ടാതിരിക്കാൻ വേണ്ടി, ഏറ്റവും ചുരുങ്ങിയത് ഇവർ അൺമാസ്കിംഗ് അനോമലീസ് യൂട്യൂബ് ചാനലിൽ നടത്തിക്കൊണ്ടാൻ വേണ്ടി അള്ളാഹുവിനെ തള്ളിപ്പറയുകയും ഖുർആനിനെ പാച്ചയായിട്ട് നിരാകരിക്കുകയും ഖുർആനിനും അള്ളാഹുവിന്റെ വചനത്തിനും വിരുദ്ധമായ പുതിയ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ചമക്കുകയും ഖുർആനിൽ ഉള്ളതില്ല എന്ന് പറയും, ഇല്ലാത്തതുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വളരെ അപകടകരമായ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ അപകടകരവും
എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ വളരെ ഗുണകരവുമായിട്ടുള്ള ഒരു 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 രീതിയിലേക്ക് ഇവരുടെ മറുപടിയെ സെറ്റ് ചെയ്യുന്നതാണ് ഇനി. അപ്പൊ നമ്മൾ ഇതിൽ അദ്ദേഹം ആമുഖമായിട്ട് പറയുന്ന, ഇതിന് മറുപടി പറയുന്ന വിദ്വാൻമാർ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ചോദ്യം അങ്ങനെ ഏതെങ്കിലും നിരീശ്വരവാദികൾ ചോദിക്കണമെന്നല്ല. ഇത് വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസികളാൽ ചോദിക്കപ്പെടുകയും വിശ്വാസികളാൽ ഷെയർ ചെയ്യപ്പെടുകയും വിശ്വാസികളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നിരീശ്വര ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ചോദ്യമല്ല, വിശ്വാസിയുടെ മനസ്സിൽ പുറത്തു വരുന്ന ഒരു ചോദ്യമാണ്. പണ്ട് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അതങ്ങനെ പച്ചക്ക് ചോദിക്കാനും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് മതവിരുദ്ധനാക്കും, നിരീശ്വരവാദിയാക്കും, യുക്തിവാദിയാക്കും, ഒറ്റപ്പെടുത്തും, ചീത്ത പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഇതൊക്കെ ഈ ചോദ്യം ചോദിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു നോർമലായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ കാലത്ത് ആളുകളുടെ കയ്യിൽ പരസ്യമായിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഇടം ഉള്ള സമയത്ത് അവരത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അപ്പൊ ഇനി ഈ ചോദ്യത്തെ ആദ്യം ഒന്ന് വിലയിരുത്തുന്നു, എന്നിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നു. അതിന്റെ പുറകെ നമ്മൾ പോകും. ഇപ്പൊ പറയുന്ന പോലെ ഒരു നിരീശ്വരവാദി അല്ല, നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളല്ല ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറെ ആളുകളുടെ വിശ്വാസികളായിട്ടുള്ള പല ആളുകളുടെ മനസ്സിലൊരു തോട്ടായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല രൂപത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പല പ്രയാസങ്ങൾ, അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല, ഇവിടെ ഇടപെടാൻ പറ്റാത്ത ദൈവം എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക, ഇങ്ങനെയുള്ള ഈ ഒരു തോട്ട് പല രൂപത്തിൽ അത് നിരീശ്വരവാദത്തിന്റെ ഒരു പക്ഷത്ത് നിന്ന് വരുന്നതായിട്ടല്ല നമ്മൾ കാണേണ്ടത്. വിശ്വാസികൾ തന്നെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതായിട്ടോ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചിന്തയിലേക്ക് പോകുന്നതായിട്ടാണ്. അതെ. അപ്പൊ ഇതിന്റെ ഉത്തരം അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ബേർഡൻ എന്തായാലും നിരീശ്വരവാദികളുടെ തലയിലേക്ക് വെക്കുന്നില്ല. ഇത് വിശ്വാസികളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും വിശ്വാസികളുടെ ചിന്തയിൽ ഉരുത്തിരിയുകയും അപ്പോൾ വളരെ സമീപകാലത്ത് ഇപ്പോൾ നിരന്തരമായിട്ട് ഇത് ഉയർന്നു കേൾക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ദൈവ കച്ചവടം നടത്തുന്ന അബ്ദുള്ള ബാസലിനും ടീമിനും ഈ ചോദ്യത്തെ ഇനി കണ്ടില്ല എന്ന് വെക്കാനോ നമ്മളുടെ വീഡിയോകൾക്കുള്ള മറുപടിയോട് മുഖം തിരിക്കുന്നത് പോലെ ചത്ത പോലെ കിടക്കാം എന്ന് തീരുമാനിക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് ചോദ്യങ്ങൾ വരുന്നത് വിശ്വാസികളുടെ ഇടയിൽ നിന്നാണ്, വിശ്വാസി സമൂഹത്തിൽ നിന്നാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഷെയർ ചെയ്യുകയും അത് റീപോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോർവേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം, ഇതിന് ഉത്തരം പറയണം. കാരണം നിരീശ്വരവാദികൾ ചോദിക്കുകയാണെങ്കിൽ ഓൽക്ക് വിവരമല്ല, ഓൽക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ വിനയത്തിന്റെ ഭാഷയിൽ അവർക്ക് തള്ളിക്കളയാം. പക്ഷെ വിശ്വാസികൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറഞ്ഞാലേ പറ്റുള്ളൂ. അത്തരം ഒരു ഗതികേടിൽ ഇനി എന്ത് ചെയ്യാം? ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഉത്തരം പറയാൻ അബ്ദുള്ള ബാസിൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അബ്ദുള്ള ബാസിലിന്റെ ഇന്നത്തെ വീഡിയോയിലെ പെർഫോമൻസ് കൂടി കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അബ്ദുള്ള ബാസിൽ സ്വന്തമായിട്ട് ഒരു മതവിഷയത്തിൽ ഒരു സംവാദത്തിന് വരാത്തതെന്ന് ചോദിച്ചാൽ, ഇത്തരം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, പ്രത്യേകിച്ച് ഖുർആനോ ഹദീസോ ഒക്കെ ഉദ്ധരിച്ച് മറുപടി പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അബ്ദുള്ള ബാസിൽ ഒന്നുകിൽ സമദിനെയോ അല്ലെങ്കിൽ വേറൊരാളുണ്ട് അയാളെയോ കൂട്ടുപിടിക്കുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പൊ ഇത്രയും ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരന്തരമായി സംഘടന മീൻസ് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന പുത്തൻവാദികളും തിരുത്തൽവാദികളും ഹദീസ് നിഷേധികളുമായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുദ്ര കുത്തുന്ന മർക്കസ് ഉദ്ദഅവയുടെ പ്രവർത്തകനായിട്ടുള്ള സമദ് CP-യെ കൂട്ടുപിടിക്കാൻ ആലോചിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന അബ്ദുള്ള ബാസിൽ നടത്തുന്ന UA ചാനലിൽ ഒരു വിശ്വാസിയുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി, അതിനെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സഹായത്തിന് വിളിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആദർശപരമായി അഖീദപരമായി തർക്കത്തിലിരിക്കുന്ന ഈ പറയപ്പെടുന്ന മർക്കസ് ഉദ്ദഅവ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ സമദ് CP ആണ് എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഞാൻ ചോദിപ്പിച്ചാണ്. ഒറ്റയ്ക്ക് വന്നിരുന്ന് പറയാൻ എന്തുകൊണ്ട് അബ്ദുള്ള ബാസിൽ കഴിയുന്നില്ല എന്ന് പോകെ പോകെ നമുക്ക് മനസ്സിലാവും. എനിക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്, പോകെ പോകെ നിങ്ങൾക്കും അതൊക്കെ മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ മറുപടിയിലേക്ക് പോകാം. എന്തായാലും നിരീശ്വരവാദികളുടെ പടലിലല്ല ചോദ്യത്തിന് ഉത്തരവാദിത്വം വിശ്വാസികൾക്കാണ്, സംശയം വിശ്വാസികളുടേത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ ഉള്ളൊരു ഒരു ബേസിക് പ്രശ്നമായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു നമ്മളൊന്ന് തിരുത്തേണ്ടതോ അല്ലെങ്കിൽ ഒന്ന് പുനരാലോചിക്കേണ്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. വെച്ചാൽ നമ്മൾ ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലേക്ക് ഫീൽ വരുന്നത്. അവിടെ നമ്മൾ ആക്ച്വലി ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ദൈവം എന്താണോ ദൈവത്തെ പറ്റി പറഞ്ഞത് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ശരിക്കും അങ്ങനെ തന്നെയാണോ, ഒന്നൊന്ന് ഈ സംശയം വന്ന ആളൊന്ന് റീതിങ്ക് ചെയ്ത് വെക്കുക. ശരിക്കും ദൈവത്തെ പറ്റി ദൈവം പറഞ്ഞതനുസരിച്ച് വെച്ച് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആണ്, അങ്ങനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഈ വിശ്വാസികൾ ദൈവത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നതും ചോദിക്കുന്നതും പറയുന്നതും മദ്രസയിൽ പോയിട്ട് പഠിച്ചിട്ടും ഇത്രയും കാലം മതപരമായ ജീവിതത്തിലൂടെ വളർന്നിട്ടും ആ അള്ളാഹുവിൽ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ ഞാൻ ഇടപെടാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതിന്റെ സാരാംശം എന്താ വെച്ചാൽ,
അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഇത്തരം പ്രതിസന്ധികളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളിൽ അള്ളാഹു നിസ്സംഗനായി നോക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു അനീതി പ്രവർത്തിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ഇടപെടാമെന്നോ രക്ഷിക്കാമെന്നോ മറുപടി തരാമെന്നോ ഉത്തരം നൽകാമെന്നോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം എന്നാണ്. അതായത് ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ, ദൈവം പ്രാർത്ഥനയിലൂടെ ഉത്തരം നൽകാമെന്നോ പരിഹാരം നൽകാമെന്നോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കണമെന്ന് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം ഇത് പറയാൻ ശ്രമിക്കുന്നത് വേറൊരു ആംഗിളിലേക്ക് ഈ ചോദ്യത്തെ വലിച്ചുകൊണ്ട് പോകാനാണ്. എന്തായാലും അദ്ദേഹത്തിന് കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അതോ ചില കഥകളിൽ നിന്ന് കേട്ട ചില അത്തരത്തിലുള്ള ചില വാമൊഴികളിൽ നിന്ന് കേട്ട അങ്ങനെ മനസ്സിലാക്കിയ ദൈവം, അങ്ങനെ നമ്മളുടെ മനസ്സിൽ കയറി കിടക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിൽ ഏതിലാണ്? കാരണം ഈ പറഞ്ഞ ഒരു, അതായത് കഥകളിൽ പറഞ്ഞ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൈവവിശ്വാസം ഒരുപാട് ആളുകളിൽ പല രൂപത്തിലായിരിക്കും അവർ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആളുകളും ദൈവത്തെക്കുറിച്ച് അറിയുന്നതൊക്കെ ചെറുപ്പത്തിലുള്ള ഈ പിന്നെ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ വരുന്നതും വരം തരുന്ന ദൈവം. അതെ അതെ. അതേപോലെ തന്നെ പല കഥകളിലും, കഥാപുസ്തകങ്ങളിൽ, അതേപോലെ തന്നെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊക്കെ ഉള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും, വിളിക്കും, നേരെ വന്ന് ഇടപെട്ട് അപ്പൊ തന്നെ പ്രത്യക്ഷപ്പെട്ട് അപ്പൊ തന്നെ കാര്യം തീർപ്പാക്കുന്ന ദൈവമാണ് നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള വായിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. എന്നാൽ ഞമ്മന്റെ ദൈവം അങ്ങനത്തെ ദൈവം അല്ല എന്നാണ് ഇവർക്ക് സ്ഥാപിക്കേണ്ടത്. അതായത് നിങ്ങളൊരു പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ പ്രശ്നത്തിലോ നേരിടുമ്പോൾ, ഒരാൾ ഒരു അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവത്തെ സഹായത്തിനായി വിളിക്കുമ്പോൾ അവിടെ പാഞ്ഞു വരികയും അതിൽ നിങ്ങൾക്ക് സഹായം നൽകുകയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങൾ നേരിടുന്ന അക്രമത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ നേരിടുന്ന അക്രമത്തിൽ നിങ്ങളെ അള്ളാഹുവിന്റെ രക്ഷ നൽകും എന്നൊക്കെയുള്ള വിശ്വാസം, അത് പണ്ട് ബാലരമക്കഥയിൽ കേട്ട് പഠിച്ച ദൈവത്തിന്റെ ഓം ഹേം കുട്ടിച്ചാത്താന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ദൈവം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തപസ്സിരുന്നാൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുന്ന ദൈവം എന്ന രീതിയിലൊക്കെ മിത്തുകളിൽ നിന്ന്, ഹൈന്ദവ ദൈവ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അമർചിത്ര കഥകളിലൊക്കെ വായിച്ചു കേട്ട പുരാണ കഥകളിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു ദൈവസങ്കല്പം അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതോ ഖുർആനിൽ അള്ളാഹുവിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് പറയുന്നത് കേട്ട് അവർ തോന്നുന്നത് വെച്ചാൽ ഖുർആനിലെ അള്ളാഹു ഇങ്ങനെയൊന്നും ഇല്ലാത്ത, ഈ പറയുന്ന പോലത്തെ ഒരു മായാവി കഥയിലെ കുട്ടിച്ചാത്തന്റെ കഥയൊന്നും അല്ലാത്ത എന്തോ ഒരു ഭയങ്കര ഒരു ഡിഗ്രി കൂടിയ ദൈവമാണ് എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയല്ലേ? എന്തോരം കഥകൾ, ഈ മായാവി കഥയെ വെല്ലുന്ന എന്തോരം കഥകൾ നിങ്ങൾ ഈ അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊന്ന് നോക്കി മീൻസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇബ്രാഹിം നബിയെ പണ്ട് തീയിലിട്ട് കൊല്ലാൻ നോക്കിയ സമയത്ത് ആ തീയിനെ തണുപ്പായി ഇബ്രാഹിമിന് സംരക്ഷണം കൊടുത്തതാരാ? അള്ളാഹു അല്ലേ? അത് മായാവി കഥയാണോ? അല്ല, അതിൽ ഉട്ടാപ്പി കഥയാണ്. കടല് പിളർന്നത്, മൂസാ നബി പിന്നെ രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി, മീൻസ് മൂസാ നബിയെ പിന്തുടർന്ന് ഫിറഔന്റെ സൈന്യം വന്ന സമയത്ത് കടല് പിളർന്ന് മൂസാ നബിയെ രക്ഷിച്ചു കൊണ്ടുപോയത് ആരാണ്? വടി നിലത്തിട്ടപ്പോ പാമ്പാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. വടി കൊണ്ട് കടലിൽ അടിക്കാൻ പറയുകയും കടലിൽ അടിക്കുകയും അത് പിളരുകയും ചെയ്തപ്പോ അതിലൂടെ നടന്നുപോയി എന്നും ഫിറോവൻ പിന്നാലെ വന്ന് അതിനകത്ത് മുങ്ങിച്ചത്തു എന്നും ആ ഫിറോവന്റെ ഡെഡ് ബോഡി പിന്നീട് ഞാൻ സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞു എന്നും ആ ഡെഡ് ബോഡി പിന്നീട് കണ്ടെടുത്തു എന്നും അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നും അത് ഖുർആന്റെ പ്രവചനം ഫലിച്ചതാണ് എന്നും മായാവി കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടോ? കഅബ പൊളിക്കാൻ വന്ന ആനപ്പടയെ ഓടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അബാബീൽ എന്ന് പറയുന്ന പക്ഷിയുടെ കാലിൽ ചുട്ടുപഴുത്ത കല്ലുകൾ പോയിട്ട് ആനപ്പടയെ തുരത്താൻ വന്നു എന്ന് നിങ്ങൾ മായാവി കഥ കേട്ടിട്ടുണ്ടോ? ചന്ദ്രനെ പിളർത്തി എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചത്, ചന്ദ്രനെ പിളർത്തി, ഒരു അത്യാവശ്യം വന്നപ്പോൾ അള്ളാഹിന്റെ റസൂലിന് വേണ്ടി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു അള്ളാഹു. മരിച്ചവനെ ജീവിപ്പിച്ച കഥയും വേറൊരു ഖുർആൻ സൂക്തത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം മായാവി കഥകൾ ഇസ്ലാമിലുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഗ്രി കൂടിയ വേറെ എന്തോ ഒരു ദൈവമാണ്, നിങ്ങൾ ഈ ബാലരമിയിലും ബാലമംഗളത്തിലൊന്നും വായിച്ച കഥയിലുള്ള ദൈവം പോലത്തെ ഒരു ദൈവമല്ല നമ്മളെ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടി വ്യത്യാസപ്പെട്ട ഒരു ദൈവമാണ് എന്നാണ് ഇവർ രണ്ടുപേരുടെ കുത്തിയിരുന്ന് പറയാൻ ശ്രമിക്കും. ഇതിനാകെ പ്രശ്നം എന്താ വെച്ചാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അക്രമങ്ങളും അനീതികളും ഇല്ലാതിരിക്കാനും ധാർമ്മിക ജീവിത പദ്ധതി ആവിഷ്കരിക്കാനും ധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കാനും ഒക്കെയാണ് ഇസ്ലാം ഉണ്ടാക്കിയത്. അക്രമം പ്രവർത്തിക്കരുത് എന്നും അനീതി പ്രവർത്തിക്കരുത് എന്നും നിങ്ങൾ ആരോടും അനീതി പ്രവർത്തിച്ചു പോകരുത് എന്നും കൽപ്പിച്ച ദൈവം അക്രമത്തിന് ഇരയാകുന്ന നിസ്സഹായരായിട്ടുള്ള പിഞ്ചു മക്കളുടെ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ല, അതിൽ ഉത്തരം കിട്ടുന്നില്ല എന്ന വിശ്വാസിയുടെ സംശയം
പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ, ജോലിക്ക് നല്ലൊരു ജോലി കിട്ടണേ, ഒരു ബയോളജി മാഷായിട്ട് ജോലി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അപ്പോൾ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നീർച്ചപ്പെട്ടിയിലും പള്ളിയിലും ഒക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്ന ഒരു വിശ്വാസിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവരെ കയ്യിൽ മരുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഒരു നിർഗുണ പരബ്രഹ്മമാക്കണം. അതായത് മിന്നാരത്തിലാണോ എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് നെടുമുടി വേണു സ്വാമി വരികയും ഇന്നസെന്റ് ഇങ്ങനെ കൂസാതെ നിൽക്കുകയും ചെയ്യുകയും ഈ തേങ്ങ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ഇന്നസെന്റിന്റെ റോളിൽ നിൽക്കുന്ന ഒരാളാണ് അള്ളാഹു എന്ന് വരുത്തി തീർക്കണം. അള്ളാഹ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വിദ്വാൻമാർ കുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് ഈ ചോദ്യം വളരെ വാലിഡ് ആണ്. അങ്ങനെ ഒരു അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ശരിയാണ്, അപ്പൊ തന്നെ വളരെ ഒരു പ്രസക്തമാണ്. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. പ്രയാസപ്പെടുന്ന ഒരാൾ അപ്പൊ തന്നെ പ്രയാസം മാറ്റി കൊടുക്കണം. ദാരിദ്ര്യം കണ്ട അപ്പൊ തന്നെ തീർത്തു കൊടുക്കണം. അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ, അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ, അതായത് അക്രമത്തിനിരയാവുന്നവന്റെ പ്രാർത്ഥന അത് ഞാൻ സ്വീകരിക്കും, അതിന് ഞാൻ ഉത്തരം കൊടുക്കും, നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ പഠിച്ചവനാണെങ്കിൽ ഈ ചോദ്യം വാലിഡ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ പ്രശ്നമാണ്. ഇതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ സംബന്ധിച്ചത്. ഇനി അവർ പറയാൻ പോകുന്നത്, എന്നാൽ അങ്ങനെ ഒരു പഠിച്ചവനല്ല നമ്മളെ പഠിച്ചവൻ. നമ്മളെ പഠിച്ചവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറുതെ നോക്കി നിൽക്കും, ഒരാള് തല്ലിക്കൊല്ലുന്നത്, ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നത്, അക്രമം പ്രവർത്തിക്കുന്നതൊക്കെ നോക്കി നിസ്സംഗനായി ഇങ്ങനെ നിൽക്കുന്ന ഒരു എണ്ണാമണുങ്ങനായി പഠിച്ചവനാണ് നമ്മളെ പഠിച്ചവൻ എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി പഠിച്ചവൻ ഒരു എണ്ണാമണുങ്ങനാക്കാൻ പോവാണ്. കണ്ടോളൂ. പക്ഷെ ശരിക്കും അതായത് മതം പറയുന്ന ദൈവം അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ അൽ ഇലാഹ് നമ്മൾ പറയില്ല, ഒരു സാക്ഷാൽ ആരാധ്യൻ സർവേശ്വരൻ എന്ന് നമ്മൾ പറയുന്ന ആ ദൈവത്തെ യഥാർത്ഥ പ്രമാണങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ പറഞ്ഞ പോലെ ദൈവം എന്താണ് ദൈവത്തെ പറ്റി പറയുന്നത്, ദൈവം എന്താണ്, ദൈവത്തിന്റെ ഇന്റർവെൻഷനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അപ്പപ്പോ ഇടപെടും ഞാൻ എന്നാണോ പറഞ്ഞത്? എന്ത് വിഷയം ഉണ്ടെങ്കിലും അപ്പം ഞാൻ ഇടപെട്ട് തീർക്കും എന്നുവെച്ചാൽ ഈ ലോകത്ത് നീതി അപ്പപ്പോൾ ഞാൻ നടപ്പിലാക്കും എന്നാണോ ദൈവം പറഞ്ഞത്? അതല്ല, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനീതികളും നിറഞ്ഞ ലോകമാണെന്നും ആത്യന്തികമായ നീതിക്ക് വേണ്ടി ഒരു യഥാർത്ഥ ലോകത്തെ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണോ ആ ദൈവം പറഞ്ഞത്? അവിടെ അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതായത് ഇവിടെ ഞാൻ ഒന്നിൽ ഇടപെടൂല, ഞാൻ നിങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ആകാശത്ത് മഴ പെയ്ക്കി തരുന്നുണ്ട്, പിന്നെ ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട്, പിന്നെ കാളയുടെ അകിടിൽ നിന്ന് പാല് തരുന്നുണ്ട്, തേനീച്ച പെണ്ണുങ്ങൾ തേനൊരുക്കി തരുന്നുണ്ട്, ഈത്തപ്പഴം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇനി ബാക്കി നിങ്ങളെ പാടായി, ഞാൻ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്, മാർക്കിടാൻ ആളെയും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ തോന്നിയ പോലെ ജീവിച്ചോളി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കിതാബ് നോക്കിയാണ് ജീവിച്ചാളി, വേറെ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, ഇതൊരു പരീക്ഷയാണ്, പരീക്ഷ കഴിഞ്ഞിട്ട് ഉത്തര പേപ്പർ തന്നാളി, അതിൻ്റെ അടിയിൽ സംശയം ഒന്നും ചോദിക്കരുത് എന്നാണ് അള്ളാഹ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കും. അങ്ങനത്തെ അള്ളയാണെങ്കിൽ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയില്ല എന്ന് പറയണതിൽ വല്ല ലോജിക്കുണ്ടോ? ഇല്ല. അല്ല ചങ്ങായി, അങ്ങനത്തെ പഠിച്ചവനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൽ എന്താ ലോജിക്ക്? ഉത്തരം തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? അവിടെ നിങ്ങൾക്ക് അറിയോ, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യം വരും. ഖുറാനിലുള്ളതാണ്. അള്ളാഹ്ക്ക് പ്രാർത്ഥന, അള്ളാഹ് ഒരു തികഞ്ഞ സാഡിസ്റ്റ് ആണ്. അള്ളാഹു ഇടപെടുമൊന്നുമില്ല, അള്ളാഹു അപ്പൊ തന്നെ പരിഹാരം തരൂല, പ്രയാസം കണ്ടോണ്ട് നിൽക്കും. ഇതൊക്കെ പരീക്ഷണാക്കിയിട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇടപെടുമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുന്ന ഒരു പക്ഷം. പ്രാർത്ഥന കിട്ടുമ്പോൾ അള്ളാഹ്ക്ക് ഒരു ഇത് വരും, പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അള്ളാഹ്ക്ക് ഒരു കുളിര് വരും. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടും എന്നതുകൊണ്ടല്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറുപടി കിട്ടലൊക്കെ കിട്ടിയെങ്കിൽ കിട്ടി, തന്നെങ്കിൽ തന്നു, അങ്ങനെ വല്ല ഗ്യാരണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു പരീക്ഷണമാണ്. വല്ല തെക്കൻ കാറ്റിലും നിങ്ങൾ പിന്നെ 8ാമത്തെ ചോദ്യത്തിന്റെ ബയോളജി ക്ലാസ്സിൽ 8ാമത്തെ ബയോളജി പരീക്ഷയാണ്. അപ്പോൾ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? പഠിച്ചോനെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇളം തന്നലിൽ ഒരു കോപ്പി, ഒരു കട്ട് വന്ന് നിങ്ങളെ മേശപ്പുറത്ത് ഇരിക്കാം, ഉറപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് വല്ലാത്തൊരു ജാതി പഠിച്ചവനാണല്ലോ ബാസിലെ. അപ്പൊ ബാസിൽ പറയാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഉത്തരം പറയാനൊന്നും പഠിച്ചവൻ പറഞ്ഞിട്ടില്ലാത്ത ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ചവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല, ഇവിടെ നീതി നടപ്പിലായില്ല എന്നൊന്നും പറയുന്നില്ല, അർത്ഥമില്ല. പിന്നെ ഇവരൊക്കെ ഊന്നുന്ന ഒരു കാര്യം, എല്ലാ പ്രശ്നത്തിലും അപ്പപ്പോൾ ഇടപെടും, എല്ലാ കാര്യത്തിനും അപ്പപ്പോൾ ഉത്തരം തരും എന്ന്, എല്ലാ കാര്യത്തിലും എപ്പോഴും എന്ന് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോട്ട് ദ പോയിന്റ്. ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ഒരു നുണ പറയുന്നതായിരിക്കാനാണ് സാധ്യത. കാരണം ബാസിലിന്റെ കാര്യമല്ല പറയണേ, മറ്റേ സമദിന്റെ കാര്യം. ബാസിലിന് ഇതൊന്നും അറിയില്ല. സമദ് എന്താണോ ഖുറാനെ കുറിച്ച് പറഞ്ഞാൽ അതന്നെ ബാസിലിന് അറിയാവുന്നത്. അത് എതിർത്ത് പറയാനൊന്നും അറിയില്ല. അതിന്റെ തെളിവ് ഞാൻ തരാം. തെളിവ് തരാം. ഖുറാനും ഹദീസും കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ഹദീസ് വെച്ചിട്ട് ഇത് അള്ളാഹ് പറഞ്ഞു ഖുറാനാണ് എന്ന രീതിയിൽ നമ്മുടെ സമദ് പറഞ്ഞാൽ സോറി സമദ്, അത് ഹദീസ് അല്ല, അത് ഖുറാനാണെന്ന് പറയാനുള്ള വിവരമൊന്നും ഖുറാനുമായി ബന്ധപ്പെട്ട് ബാസിലിന് ഇല്ല. അത് എന്റെ ഒരു ആക്ഷേപമാണ്. അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ പിന്നീട് പ്രൂവ് ചെയ്യാം.
ഇപ്പൊ തന്നെ ഞാനൊരു തെളിവ് കുറച്ച് കഴിയുമ്പോൾ തരും ചെയ്യാം. ഇതാണ് ബാസിൽ പറയാണ്ടിരുന്നത്, പടച്ചോനൊരു ഉണ്ണാമുണുങ്ങനാണ്. പടച്ചോൻ ഇങ്ങനെ ചിലൊരു സ്വഭാവം ഉണ്ട്, ഒന്നും തരുമൊന്നുമില്ല, എന്നാലും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണ കേൾക്കുമ്പോൾ മൂപ്പർക്കൊരു ഇതാണ്, അതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളി, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൂലി കിട്ടും, ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ നടക്കും എന്നാണ്. ഇനി അത് എങ്ങനെയാന്നൊക്കെ വിശദീകരിക്കേണ്ടത് അതിലേക്ക് പോകും. അത് ദൈവം പറയുന്നത് ഇവിടെ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നീതി പൂർത്തീകരിക്കുന്നതാണെങ്കിൽ ശരിയാണ്, പ്രസക്തമാണ്. നമ്മൾ ആ ചോദ്യത്തിന് ഒപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ ദൈവം എന്നുള്ളത്, അത് നേരത്തെ പറഞ്ഞ തന്നെ കഥകളിലുള്ള ദൈവം പോലെ അവതരിക്കുന്ന ഒരു മായാവി പോലെ ഒരു അത്തരത്തിൽ സൂപ്പർ ഹീറോ പോലെ വരുന്ന ദൈവമാണെങ്കിൽ, അങ്ങനെയാണ് ദൈവത്തെ പറ്റി പറയുന്നതെങ്കിൽ ശരിയാണ്. എവിടെയാണ് ദൈവം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ദൈവത്തെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടുന്നവൻ ഭയത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ കൂടെ നിൽക്കുന്ന പറയുന്നത്, കൂടെ നിൽക്കണം, അവസാനം കാല് മാറരുത്, സംഭവത്തിന് വരാന്ന് പറഞ്ഞ പോലെ ആകരുത്. അത് മാത്രമല്ല വിമർശകരെങ്കിലും മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് സമത് ലാസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത് എടുത്തത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇനിയിപ്പോ ഇവര് വിശദീകരിക്കാം കേട്ടോ അള്ളാഹു എന്താണ്. ഇവരെ വിശദീകരണം പൂർണ്ണമായി കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഖുറാനിൽ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഖുറാനിലും അതിന്റെ വിശദീകരണത്തിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ മുമ്പ് ഇവര് അള്ളാഹിനെ ഇനി എന്താണ് ആക്കി തീർക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അള്ളാഹു ഒരു നിർഗുണ പരബ്രഹ്മാണ്. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂലാന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നതുപോലത്തെ ഒരു പടച്ചോനാണ് ഇവർ സങ്കല്പിച്ചു വെച്ചിട്ടുള്ള പടച്ചോൻ. പക്ഷെ ദൈവത്തെ പറ്റി അങ്ങനെയാണോ പറയുന്നത്? ദൈവത്തെ പറ്റി പറയുന്നത് എന്താ? നിങ്ങൾ പ്രാർത്ഥനകൾ അപ്പോൾ ആ മൊമെന്റിൽ ആ പ്രാർത്ഥനകൾ അതുപോലെ നടപ്പിലാക്കി തരുന്ന, അല്ലെങ്കിൽ ഇവിടെ തന്നെ നീതി പൂർത്തീകരിക്കുന്ന അങ്ങനെ ഒരാളായിട്ടല്ല ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥനകൾ നീതിയുടെ വിഷയം പറഞ്ഞു, നീതി പൂർത്തീകരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിൽക്കല്ല, ദൈവം പറയുന്നത് എന്നാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറയാൻ പോകുന്നത്. ഇദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അത് ഇനി അടുത്ത തവണ ദൈവം പറയുന്നത്, ദൈവം ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അദ്ദേഹം അതിലേക്ക് വരുന്നുണ്ട്. അതിന്റെ മുമ്പ് നീതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലേക്ക് പോവാണ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇനി നീതിയുടെ കാര്യം കൂടി വിശദീകരിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഇതേ കാര്യം, അതായത് അള്ളാഹു പറയുന്നത്, ദൈവം പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണോ അല്ലേ എന്ന് പറയേണ്ടത് സമതാണ്. ഇത് അബദ്ധം പറ്റിയതാണോ അതല്ല മനഃപൂർവ്വം ആളുകളെ കബളിപ്പിക്കുന്നതാണോ എന്ന് സമതാണ് പറയേണ്ടത്. അത് സമത് പറയും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിമർശകരുടെ വാദം അല്ലെങ്കിൽ വിമർശകരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ അറിയാൻ താല്പര്യം ഇദ്ദേഹം ഈ വീഡിയോയിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ചോദ്യത്തിന് സമത് മറുപടി പറയും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാം നീതി പൂർത്തീകരിക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്, ഇവിടെ പരീക്ഷണത്തിന്റെ ലോകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ പരീക്ഷണത്തിന്റെ ലോകത്ത് ഒരുപാട് അവസരങ്ങൾ നൽകുന്നു, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്നു. ആ നന്മ തിന്മകൾ ചെയ്തതിന് അവസാനം ശേഷം വളരെ ചെറിയൊരു ലോകത്തിന്, ആ ലോകത്തെ പരീക്ഷണത്തിന് ശേഷം വലിയൊരു പരലോകം, അറ്റല്ലാത്തൊരു പരലോകം വരുന്നു. ആ പരലോകത്ത് വിചാരണ നടക്കുന്നു. അവിടെയാണ് അത്യന്തികമായിട്ട് നീതി പൂർത്തീകരിക്കുന്നത്. അവിടെ ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇവിടെ നീതി അനീതി ഒക്കെ അവിടെയാണ്, ഇവിടെ ഒന്നും നടക്കൂല, ഒക്കെ അവിടെ കിട്ടും എന്നാണ് പറയുന്നത്. ഇത് അതിലേക്ക് ഞാൻ വരാം. എന്തായാലും ബാക്കി നിങ്ങളൊന്ന് കേട്ടോളി. ഇദ്ദേഹം ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഇദ്ദേഹം അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത്, അള്ളാഹു പറയുന്നത്, ദൈവം പറയുന്നതെന്ന് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നും ഒന്ന് പരിശോധിക്കാം. ഇനി പ്രാർത്ഥനയുടെ വിഷയം ദൈവം പറയുന്നു 3 തരത്തിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു പറയുന്നു. ദൈവം പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടേ. ഒന്ന്, നിങ്ങൾ ചോദിച്ച കാര്യം അതേപോലെ തരും. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ച കാര്യം ഇതേപോലെ തരില്ല, അതിന് പകരം ഒരു തിന്മ ഒഴിവാക്കി തരുമെന്ന് പറയുന്നു. 3ാമത്തെ പ്രാർത്ഥനയുടെ സ്വീകാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സംഭവിക്കില്ല, പകരം ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായിട്ട് പരലോകത്തൊരു റിവാർഡ്, ഒരു പ്രതിഫലം നൽകുന്നു പറയുന്നു. ഇതാണ് സമത് പറഞ്ഞ സാധനം. സമത് പറഞ്ഞത് ഈ ഐറ്റമാണ്. ഇത് മുസ്നദ് അഹമ്മദിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് അൽ ആദാബുൽ മുഫ്രദിലും ഇതിന്റെ റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു 3 തരത്തിലാണ് ഉത്തരം നൽകുക എന്ന് അള്ളാഹു പറഞ്ഞു, ദൈവം പറഞ്ഞു എന്നാണ് സമത് പറയുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഖുർആൻ വചനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളെ, നമുക്ക് തിരുത്താം. പക്ഷെ സമത് പറഞ്ഞ ഈ സാധനം ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഇത് ഹദീസിലുള്ളതായിട്ടാണ്. ഹദീസിലുള്ള ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് സമത് അള്ളാഹു പറയുന്നത് ദൈവം പറയുന്നത് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ആളുകളെ കബളിപ്പിക്കാനാണോ? അത് പറയേണ്ടത് സമതാണ്, ഞാനല്ല. അപ്പൊ എന്തായാലും സമത് അത് പറയും എന്ന് വിചാരിക്കാം. ഞാനല്ല, ഖുർആനിൽ തന്നെ ഉണ്ടതാണ് ഒരു ഖുർആൻ വചനം. ഇതേ സാധനം ഒരു ഖുർആൻ വചനത്തിലുണ്ട്. അതെനിക്ക് അറിയാത്തതാണെങ്കിൽ സമത് പറഞ്ഞാൽ നമുക്ക് തിരുത്തും ചെയ്യാം. അതല്ലെങ്കിൽ സമത് തിരുത്തണം. അത് ഖുർആൻ വചനമല്ല, അത് അള്ളാഹു പറഞ്ഞതല്ല, മുഹമ്മദിന്റെ വചനമായിട്ട് പറയപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഇനി ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന രീതി എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം. ഇങ്ങനെ ഒരു സാധനം ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് സമർത്ഥിക്കുകയും അതുവഴി ചോദ്യത്തിന് തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞ ഒരു അക്രമത്തിനിരയാകുന്ന നിസ്സഹായമായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി
നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാത്ത ദൈവം, അതിൽ ഇടപെടാത്ത ദൈവം, അതിൽ നിന്ന് അവരെ രക്ഷിക്കാത്ത ദൈവം എങ്ങനെയാണ് സാധാരണക്കാരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങനെയൊന്നും കിട്ടൂല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഹദീസിനെ ദൈവവചനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്ന രീതിയിൽ ഇവിടെ സമർത്ഥിക്കുകയാണ്. ആരെ പറ്റിക്കാൻ? വിശ്വാസികളെ പറ്റിക്കാൻ. കാരണം ഇതിൽ ചോദ്യകർത്താവ് വിശ്വാസിയാണ്. വിശ്വാസിയായിട്ടുള്ള ഇത്തരം ആശങ്കയുള്ള, ഇത്തരം സംശയമുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളവ് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ദൈവം ഇക്കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇവർ എല്ലാ കാര്യത്തിനും എല്ലാ പ്രാർത്ഥനകൾക്കും എപ്പോഴും ഉത്തരം തരിക എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എന്നതും നമുക്ക് ആ ആയത്തുകൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ബാക്കി കേൾക്കാം. അപ്പൊ ഇനി പറയുന്നത് ഈ ക്രമത്തിലാണെങ്കിൽ ആ ക്രമത്തിൽ എങ്ങനെയാണ് പടച്ചോന്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം പ്രവർത്തിക്കുന്നത് എന്ന വളരെ രസകരമായ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിശദീകരണം. പ്രാർത്ഥിച്ച കാര്യം അതുപോലെ തരാന്ന് പറഞ്ഞു. ആ വിഷയം പോലും പടച്ചോൻ പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനമായിട്ട് പറയുന്നത് നമുക്ക് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു പ്രപഞ്ച നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഇടപെടലായിട്ടല്ല. അത്തരം ഇടപെടലുകൾ വേറെ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിന് വേറെ തന്നെ കാറ്റഗറിയായിട്ട് പറയുന്നത്. സ്വാഭാവികമായ പ്രാർത്ഥനകളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രപഞ്ചാതീതമായിട്ടുള്ള ഇടപെടലല്ല. പ്രപഞ്ചത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള സംവിധാനമായിട്ട് ദൈവം എന്താണോ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ആ ക്രമീകരിച്ച സംവിധാനത്തിനുള്ളിൽ എന്ത് ചെയ്യും? പടച്ചോൻ നമ്മളെ സഹായിക്കും. അതിനൊരു രീതി, ഒരു വഴി, ഒരു സംവിധാനം നമുക്ക് ഒരുക്കി തരും. അതായത് ഉസ്താദ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ അതിന്റെ മുമ്പ് ചെറിയ ഉദാഹരണം പറയാം. ബാസിൽ നല്ല വില കൂടിയ ഒരു ഉദാഹരണം ബാസിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഇവിടെ ഇപ്പൊ സമദ് പറഞ്ഞത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് 3 രീതിയിലായിരിക്കുമെന്ന് ഹദീസിനെ ഉദ്ധരിച്ചിട്ട് അത് ഖുർആൻ വചനം തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പറയണമെങ്കിൽ നമ്മൾ ഹദീസ് എന്ന് പറയും. ആ ഹദീസ് പ്രകാരം 3 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം കിട്ടും. ആ പ്രാർത്ഥനകൾക്ക് എന്തായിരുന്നോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യം, ആ ആവശ്യം അതുപോലെ നിങ്ങൾക്ക് നിവർത്തിച്ചു തരും എന്ന് അള്ളാഹു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ എ. ആ ഓപ്ഷനിൽ അങ്ങനെ പറഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം അത് അപ്പൊ തന്നെ പടച്ചവൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ ജിബ്രീൽ മാമനെ പറഞ്ഞയച്ചിട്ട് ചെയ്തു തരാ എന്നല്ല. അതിന് ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതിയിൽ നിങ്ങൾക്ക് ഒരു സംവിധാനം ഒരുക്കി തരും. ഏതുപോലെ? നിങ്ങൾക്ക് പനി വന്നു, എനിക്ക് അസുഖമാണ് പടച്ചോനെ മാറ്റിത്തരണേ പടച്ചോനെ, വയറുവേദനയാണ് പടച്ചോനെ മാറ്റിത്തരണേ പടച്ചോനെ, ശിഫ നൽകണേ പടച്ചോനെ എന്ന് പറയാം. അത് ഭരണകൂടങ്ങൾ വേറെ ഒന്നുകൂടി പറയണം, പടച്ചോനെ അനക്ക് മാത്രമാണ് ശിഫ, എൻ്റെ അടുത്ത് മാത്രമാണ് ശിഫ. രോഗം തരുന്നത് ശിഫ തരുന്നത് ഇത് തന്നെയാണ്, മുറിപ്പെടുത്തുന്നതും ഉണക്കുന്നതും ഇത് തന്നെയാണ് പടച്ചോനെ. പഞ്ചറൊട്ടിക്കാൻ അള്ളു വെക്കുന്നത് നീ ആണെങ്കിലും പഞ്ചറൊട്ടിക്കണമെങ്കിൽ ഇജ്ജി വിചാരിക്കണം പടച്ചോനെ എന്ന് പടച്ചോനെ 4 പൊക്കി പറഞ്ഞിട്ട് പടച്ചോനോട് ശിഫ ചോദിക്കുമ്പോ പടച്ചോൻ ശിഫ തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശിഫ തരും. ആ ശിഫ തരണമെങ്കിൽ പടച്ചോൻ വന്നിട്ട് ശിഫ തരൂല. അത് നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് 2 റുപ്യ 5 റുപ്യ കൊടുത്ത് ചീട്ട് എടുത്തിട്ട് പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ തരുന്ന മരുന്ന് കൃത്യമായി കുടിച്ച് പഥ്യമൊക്കെ പാലിച്ച് ഡോക്ടർ പറയണതൊക്കെ അനുസരിച്ച് ഗുളികയൊക്കെ കുടിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ സർജറി ആണെങ്കിൽ സർജറി ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സുഖം കിട്ടും. അങ്ങനെയാണ് പടച്ചോൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക. അതായത് പടച്ചോൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന ഒരു ഓപ്ഷൻ. 3 ഓപ്ഷനിൽ ഒന്നാണത്. ആ ഒരു ഓപ്ഷൻ എടുത്താൽ ആ ഓപ്ഷൻ അള്ള പ്രാവർത്തികമാക്കുന്നത് ഇങ്ങനെയായിരിക്കും. സംഗതി തിരിഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി എന്ന് പറയും മനുഷ്യന്മാരെ. ഇല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, അങ്ങക്കൊക്കെ മനസ്സിലായി എന്നാണ്. ചിലപ്പോൾ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയാൽ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയും, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയും. പടച്ചോൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന 3 രീതികളിൽ ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ എന്താണോ ആവശ്യപ്പെട്ടത് അത് നിവർത്തിച്ചു തരും എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. ഒരു ഉദാഹരണത്തിന്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചാൽ മാർക്ക് കിട്ടുമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ച് നന്നായിട്ട് ഉറക്കവെച്ചിരുന്ന് പഠിച്ച് നല്ല പോലത്തെ പോയി പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടും. അങ്ങനെയാണ് പടച്ചോൻ മാർക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരാം. നിങ്ങൾ ആലോചിക്കണം, ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി പെൺകുട്ടിയായി പോയി ആൺകുട്ടീനെയാണ് മോഹിച്ചത് എന്ന് വിചാരിച്ചിട്ട് ജനിച്ച കുട്ടീനെയും കൊണ്ട് പോയി ഔലിയപ്പാപ്പാന്റെ അടുത്ത് കാണിച്ച ഔലിയപ്പാപ്പ ഒന്ന് മുണ്ട് നോക്കിയിട്ട് പറയും അത് ആൺകുട്ടി തന്നെയാണ് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആൺകുട്ടിയായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ജനതയുടെ മുമ്പിൽ അദ്ദേഹം പറയാണ്, പ്രാർത്ഥനയ്ക്ക് എങ്ങാനും പഠിച്ചവൻ ഉത്തരം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഉത്തരം നൽകുന്നത് ഭൗതികമായ കാര്യങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് അസുഖം വന്നു, ഞാൻ ഉദാഹരണം പറയാൻ മനസ്സിലായ നല്ല കിടുക്കാച്ച ഒരു ഉദാഹരണം ബാസിൽ പറഞ്ഞു, അത് കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് നല്ല ജോലി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അപ്പം ഈ പ്രാർത്ഥനയുടെ രൂപം ഉത്തരം കിട്ടുന്ന 3 രൂപം പറഞ്ഞു. ഒന്ന്, എനിക്കത് അതേപോലെ കിട്ടുക. രണ്ടാമത്തത്, എനിക്ക് അത് അതേപോലെ കിട്ടൂല, പക്ഷെ വേറെ എന്തെങ്കിലും ഒരു തിന്മയിൽ നിന്നില്ലാതാവും, പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടുക. ഇതിൽ ഒന്നാമത്തെ ടൈപ്പ്, അതായത് എനിക്ക് ജോലി തരണേ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ജോലി തരണേ, അപ്പൊ തന്നെ എന്തോ ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെ മിറാക്കൾ സംഭവിച്ചു, പെട്ടെന്ന് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ കൊള്ളുന്നില്ല. ഞാൻ ഇന്റർവ്യൂ കുറെ എണ്ണം പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നു. അതിനുള്ള വഴി പഠിച്ചവൻ എനിക്ക് എളുപ്പമാക്കി തരുന്നു. ഇതായിരിക്കാം, അതാണ് സിസ്റ്റം. അതെ, അതാണ് സിസ്റ്റം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലത്തെ ഒരാള് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് MBBS മീൻസ് എൻട്രൻസ് എഴുതി. അപ്പൊ എൻട്രൻസിലും പിന്നെ അതേപോലെ തന്നെ സയൻസിലും മാർക്കിന്റെ കോമ്പിനേഷൻ കൊണ്ടോ എന്തുകൊണ്ടോ മെറിറ്റിൽ MBBSന് അപേക്ഷ കിട്ടിയില്ല, MBBSന് കിട്ടിയില്ല. പിന്നെ നമുക്ക് കിട്ടാവുന്നത് BDSനാണ്. അപ്പൊ അങ്ങനെ BDSന് കിട്ടി, BDSന് പോയി, അവിടെ പരീക്ഷ എഴുതി പാസ്സായി, തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനെ എനിക്കൊരു ജോലി തന്നെ, പഠിച്ചവനെ എനിക്ക് നല്ലൊരു ജോലി തന്നെ പഠിച്ചവനെ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആൾക്ക് ചിലപ്പോൾ പഠിച്ചവൻ ഉത്തരം നൽകുന്നത്, ഇദ്ദേഹം ഈ BDSന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പല കമ്പനികളിൽ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടുന്നത് പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ബയോളജി ട്യൂഷൻ എടുക്കാനുള്ള ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇദ്ദേഹം ഈ BDSന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ആളുകളെ കാണാൻ പോകണം, അവരോട് സംസാരിക്കണം, ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പൊ പഠിച്ചവൻ ചിലപ്പോൾ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് ബയോളജി ട്യൂഷൻ എടുക്കാനുള്ള ഒരു ജോലി കൊടുത്തേക്കാം. ഇങ്ങനെയാണ്. അല്ലാതെ പഠിച്ചവൻ നേരിട്ട് വന്നിട്ട് നിങ്ങൾ പല്ല് ഡോക്ടറാണല്ലേ, നിങ്ങൾക്ക് ഞാൻ ഒരു ഡെന്റൽ ക്ലിനിക്ക് ഇട്ട് തരാറുണ്ട്, പഠിച്ചവൻ അങ്ങനെ ഉണ്ടായി കൊടുക്കുന്നില്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഉദാഹരണം ഇതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടരെ? ഈ ഉദാഹരണത്തിനേക്കാൾ നല്ല ഉദാഹരണം എടുത്തില്ല. അപ്പൊ അങ്ങനെയാണ് പഠിച്ചവൻ ഇടപെട്ടിട്ട് ഉത്തരം തരികയാണെങ്കിൽ തന്നെ തരും. ഇനി തരുന്നില്ലെങ്കിൽ പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ആ 2 ഓപ്ഷനോട് കേട്ടിട്ട് നമ്മൾ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടച്ചവൻ ഉണ്ട്, ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ നിരീശ്വരവാദികൾ പറയുന്ന തരത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അവർ പടച്ചവൻ ഉണ്ട് എന്ന്, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൊളാവൂല എന്നല്ല. അതായത് ദൈവം ഇങ്ങനെ ഇടക്കിടക്ക് മിറാക്കുലസ്ലി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവം, ഈ നേരത്തെ പറഞ്ഞ കഥകളുടെ ദൈവമാണ് അവർ പറയുന്നത്. പക്ഷെ മതം പറയുന്നതല്ല. ഇതിന് 2 സൈഡുള്ള പൊസിഷൻ ഉണ്ട്. നിരീശ്വരവാദികളും പറയുന്നത് ആ കഥകളുടെ ദൈവത്തെ പറ്റിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ദൈവത്തെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് അട്രാക്റ്റീവായി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെട്ടതും ആ കഥകളുടെ ദൈവമാണ്. ഇത് 2 മനസ്സിലാക്കുന്നത് ശരിയല്ല, 2 ശരിയല്ല മനസ്സിലാക്കുന്നത്. പൊന്നാര ചങ്ങായിമാരെ, നിരീശ്വരവാദികൾ വേറെ ഒരു ദൈവത്തിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിരീശ്വരവാദികൾ വിമർശിക്കുന്ന ദൈവം, ചോദിക്കുന്ന ദൈവം നിങ്ങളെ കിതാബിലുള്ള ദൈവത്തിന്റെ ഗുണമാണ്. അല്ല നിരീശ്വരവാദികൾക്ക് വേറെ ദൈവമുണ്ടോ? എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? അപ്പൊ ഈ ചോദ്യം എങ്ങനെയെങ്കിലും ഇനി നിരീശ്വരവാദികളുടെ തലയിൽ കൊണ്ട് വെക്കണം. തുടക്കത്തിലെ അവർ പറഞ്ഞത് വിശ്വാസികളുടെ ചോദ്യമാണ്, നിരീശ്വരവാദികളുടെ ഇടയിലുള്ളതല്ല. വിശ്വാസികൾ നിരന്തരം ചോദിക്കുന്നതും സംശയിക്കുന്നതും അവർ ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ നിരീശ്വരവാദികളെ സീനിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹം അതെടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? എന്തായാലും നമുക്ക് കേൾക്കാൻ ബാക്കി. പിന്നെ ഇതിനർത്ഥം ദൈവത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നല്ല. ദൈവത്തിന് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്ക് അതീതമായിട്ടും ഇടപെടാൻ ആർക്ക് പറ്റും. ഹീസ് ക്യാപ്പബിൾ ഓഫ് ഇറ്റ്. പക്ഷേ നിരന്തരമായി അത്തരത്തിലുള്ള ഇടപെടൽ ചെയ്യുമെന്നല്ല പഠിച്ചോൻ പറഞ്ഞത്. മറിച്ച് പഠിച്ചോൻ പറഞ്ഞത് ഈ ലോകത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകമായ ഒരു ആയത്ത് തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ധനത്തിലുള്ള നഷ്ടം കൊണ്ട്, നിങ്ങളുടെ വിഭവത്തിലുള്ള നഷ്ടം കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറ്റവരായ ആളുകളുടെ മരണത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിന്റെ ആ പരീക്ഷണങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന പരീക്ഷണമാണത്. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നീതി നടപ്പിലാക്കുന്ന പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട്. എന്ന് വെച്ചാൽ നീതിയുടെ ലോകം ഇനി വരാനിരിക്കുന്നതാണ്. അതാണ് പടച്ചോൻ പറയുന്നത്. പടച്ചോൻ പറയുന്നത് നീതിയുടെ ലോകം വരാനിരിക്കുന്നതാണ്. ഈ ലോകം നീതിയുടേതല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കണം എന്തെവിടെ നീതി? ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇതാണ് ഒരു പ്രശ്നം. പടച്ചോനക്ക് അറിയാം, പടച്ചോനെ കൊണ്ട് അത് കജ്ജൊക്കെ ചെജ്ജും, പക്ഷെ പടച്ചോനെ ചെജ്ജൂല എന്നുള്ളതാണ് ബാസിൽ പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. പടച്ചോന് വേണമെങ്കിൽ ഇടപെടാനും രക്ഷപ്പെടാനും ഒക്കെ പറ്റും. പക്ഷെ പടച്ചോനെ ചെയ്യൂല. എന്തേ കാര്യം? താല്പര്യമില്ല, ഒരു ത്രില്ലില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പടച്ച ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അക്രമം പ്രവർത്തിക്കരുതെന്നും അക്രമമാണ് മീൻസ് അക്രമം പ്രവർത്തിക്കുന്നത് തെറ്റാണ്, തിന്മയാണെന്ന് പറഞ്ഞ പടച്ചോൻ അക്രമം പ്രവർത്തിക്കരുത് എന്ന് ഉത്തരവിട്ട പടച്ചോൻ അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്സഹായനായി ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു കുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു ഇടപെടാൻ കഴിയുന്ന പടച്ചോൻ, അക്രമം പ്രവർത്തിക്കരുത് എന്ന് നിർബന്ധിച്ചിട്ടുള്ള പടച്ചോൻ, നിർദ്ദേശിച്ചുള്ള പടച്ചോൻ നോക്കി നിൽക്കും, ഇടപെടൂല. എന്തേ? ഒന്നുമില്ല, ഒരു ത്രില്ലില്ല. ഇതെന്ത് ജാതി പഠിച്ചോന്നെ ചങ്ങായിമാരെ? ഒന്ന്. രണ്ടാമത്തത്, 3 തരത്തിൽ ഇവർ പറഞ്ഞ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടലുണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു, അതിന് ഉത്തരം അപ്പോൾ കിട്ടി. ചിലത് നടക്കും, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഈ പ്രാർത്ഥനക്ക് ഇപ്പൊ ഇവർ പറഞ്ഞ ഈ 3 തരത്തിലുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ പടച്ചോനോട് പ്രാർത്ഥിക്കണമെന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ വാഴക്കന്നുണ്ടെങ്കിൽ വാഴനോട് പ്രാർത്ഥിച്ചു നോക്കി. വേണ്ട, നിങ്ങളൊരു കുടം കമഴ്ത്തി വെച്ചിട്ട് അതിനോട് പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇതിന്റെ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി. ഇവർ പറഞ്ഞതിനേക്കാ ഫലം നിങ്ങൾക്ക് ഉണ്ടാവും.
അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പിന്നെ ഒരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പിലുള്ള കുപ്പിയിൽ എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ ഒരു കളർ ഫോട്ടോ, താടിയുള്ള ഫോട്ടോയും പറ്റില്ല, ഇത് പറ്റില്ല, താടിയുള്ള ഫോട്ടോ ഇറക്കി വെച്ച് അത് ഭദ്രമായി അടച്ച് വൃത്തിയാക്കി നിങ്ങൾ വീട്ടിൻ്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ച് പൊക്കത്തിൽ വെക്കുക, ഒരാളുടെ മുഖത്തിനൊപ്പത്തെ പൊക്കത്തിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച്, എൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫലം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറഞ്ഞു, ഒരു 1/3 കാര്യങ്ങളെങ്കിലും പൂർണ്ണമായിട്ട് നടക്കും. ചിലത് പകുതി നടക്കും, ചിലത് ശരിയാവില്ല, ചിലത് വിപരീതം നടക്കും. അത് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണ്ട. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏത് അബൂബക്കറിനോട് പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഏത് വാസോട്ടനോട് പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവിനോടോ കല്ലിനോടോ മുള്ളിനോടോ പ്രാർത്ഥിച്ചാലും ഇതേ ഫലം കിട്ടും. നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഒരിക്കലും blame ചെയ്യല്ല. ബ്ലെയിം ചെയ്യല്ല. അത് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ ഇമേജ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ഇടപെടൽ അങ്ങനെയല്ല, ദൈവം പറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ രീതി അങ്ങനെയല്ല. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയുള്ള കുഴപ്പമാണ്. നിങ്ങൾ ഇബ്രാഹിം നബീനെ തീയിലിട്ടപ്പോൾ അള്ളാഹു രക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാ അപകടത്തിലും നിങ്ങളെ രക്ഷിക്കാൻ പഠിച്ചു വരുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഓഹനും കുടിച്ചാത്താന്ന് വിളിക്കുമ്പോൾ പാഞ്ഞു വരുന്ന പഠിച്ചവനൊന്നും അങ്ങനെ ഒരു പഠിച്ചവനൊന്നുമല്ല. പഠിച്ചവനെ കുറിച്ച് അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൻ്റെയാണ്. അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ചെറിയ കുട്ടികളെ ചെറിയ പ്രായത്തിട്ട് മദ്രസയിൽ കൊണ്ടുപോയിട്ട് മതം പഠിപ്പിച്ചു കൊടുക്കണമല്ലേ? നിങ്ങൾ അള്ള എന്താണ്, നിങ്ങൾ അള്ള എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നൊന്നും നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഇനി നിങ്ങൾ വിശ്വാസികൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ആലോചിക്കും. ദാനം ആപത്തിനെ തടയും എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ പള്ളിപ്പിരിവ് നടത്താറില്ലേ? അതായത് ദാനധർമ്മങ്ങൾ ആപത്തിനെ തടയും എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ പള്ളിക്ക് പിരിവ് നടത്താറില്ലേ? സംഘടനാ പരിപാടിക്ക് പിരിവ് നടത്താറില്ലേ? ഇസ്ലാമിക കാര്യത്തിൽ ദാനം ചെയ്താൽ അള്ളാഹു പല തരത്തിലുള്ള പ്രതിഫലങ്ങൾ ഇഹലോകത്ത് തന്നെ നൽകും എന്ന് പറഞ്ഞിട്ട് ഇവർ പിരിവ് നടത്തുന്നില്ലേ? അസുഖം മാറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ യോഗങ്ങളിൽ പൈസ ഹദിയ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് ദുആ കൊണ്ട് ഉത്തരം കിട്ടുന്ന ദുആ മജ്ലിസുകൾ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നടത്തുന്നത് കണ്ടിട്ടില്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പൈസ പിരിക്കുന്ന മൂല്യമാരങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഉത്തരം കിട്ടൂലാത്ത പഠിച്ചവന്റെ അടുത്ത് തോർക്കാനാണോ മൂല്യർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊന്നും കിട്ടൂല, ഞാൻ ഇവിടെ നിങ്ങളെ പരീക്ഷിക്കുള്ളൂ, പ്രതിഫലമൊക്കെ പരീക്ഷ പേപ്പറൊക്കെ അവിടെ നോക്കുള്ളൂ, നിങ്ങൾ ഇവിടെ എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പഠിച്ചോൻ പറഞ്ഞു എന്നാണോ ബാസിൽ പറയാൻ പോകുന്നത്? അങ്ങനത്തെ ഒന്നിനും കൊള്ളാത്തൊരു മണ്ണുണ്ണി പഠിച്ചോൻ എന്നാണോ അബ്ദുള്ള ബാസിൽ ഖുർആനിലെ അള്ളാഹുവിനെ ഇവിടെ വരച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ഒരു പെൺകുട്ടി മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളുടെ നിലവിളി കേൾക്കാൻ ഒരു മിനിറ്റ്. ഇവർ ഇത്ര നേരം പറയുമ്പോൾ ഒക്കെ എല്ലാ പ്രാർത്ഥനയും എന്ത് ചോദിച്ചാലും എപ്പോഴും എല്ലാപ്പോഴും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് എന്താണ് പഠിച്ചവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതിന്റെ മുൻപ് ഇദ്ദേഹം പറഞ്ഞ ഷോർട്സിൽ ഉണ്ടായിരുന്ന കാര്യം എന്താണെന്ന് ഒന്നുകൂടി കേൾക്കാം. സമദ് CP ഇതിൽ ഒന്നുകൂടി ഊന്നി പറയുന്നതും വിമർശകരെ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒന്നുകൂടി കേട്ടോ. നമ്മൾ പള്ളിയിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് രാവിലെ എന്റെ ഇൻസ്റ്റാഗ്രാം തുറന്ന സമയത്ത് ഞാൻ വായിച്ച ഒരു കോട്ടാണ്. ഞാനൊരു നിരീശ്വരവാദി ഒന്നുമല്ല, പക്ഷെ ഞാനത് വായിച്ച സമയത്ത് ഞാൻ ഒരുപാട് നേരം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്കൊരു ആൻസർ ഉണ്ടായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. സോഷ്യൽ മീഡിയയിൽ റീസെന്റ് കുറെ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതായിരുന്നു ആ ചോദ്യം. അതായത് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുടെ പ്രാർത്ഥന കേൾക്കാത്ത പടച്ചോൻ എന്നാണ് അതിലെ പോയിന്റ്. അല്ലാതെ എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടുക എന്നുള്ളതിനെ കുറിച്ചേ അല്ല. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കൊടിയ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിസ്സഹായനായ മനുഷ്യന്റെ പ്രാർത്ഥന. അവിടെ ആ മനുഷ്യനെ ആ അപകടത്തിൽ രക്ഷിക്കാത്ത പടച്ചവൻ, ഒരു അക്രമിയിൽ നിന്ന് രക്ഷിക്കാത്ത പടച്ചവൻ, ഇതാണ് ഇതിന്റെ ഊന്നല്. അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഇനി എന്താണ് അത്തരം കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? ഇവർ പറഞ്ഞ മാതിരി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല എന്നാണോ, അതോ പ്രാർത്ഥിച്ചോളി നിങ്ങൾക്ക് ഉത്തരം തരാം എന്നാണോ അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കാം. അതിന്റെ മുമ്പ് സമദിന്റെ 1-2 ഡയലോഗ് കൂടി അതോട് കേൾക്കാം. ദൈവം ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ സംഭവിക്കാണ് വേണ്ടത്. അതല്ലേ ഉണ്ടാകുന്നത്. ദൈവം പറഞ്ഞു ഇവിടെ അനീതി ഉണ്ടാവും, നിങ്ങൾ പരീക്ഷിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിൽ ഉത്തരം ലഭിക്കുക. എല്ലാ പ്രാർത്ഥന സ്വീകരിച്ച പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയും നോക്കണം. ഇവിടെയും 3 തരത്തിൽ പ്രതിഫലം ധരിക്കുന്നത് പടച്ചവന്റെ തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. മീൻസ് അള്ളാന്റെ തലയിൽ പറയുന്നുണ്ട് സംഭവിക്കല്ല ചെയ്യുക. ഇതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളാ. അതല്ലേ സംഭവിക്കുന്നേ? അതാണോ സംഭവിക്കുന്നത്? പടച്ചോൻ അതാ പറഞ്ഞത്, അതാണോ സംഭവിക്കുന്നത്? അപ്പൊ ഇദ്ദേഹം പറയുന്നത് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നത് എങ്കിൽ പടച്ചോൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതുകൂടി ഒന്ന് കേട്ടു.
ദൈവം പറഞ്ഞ് എന്താണ് സംഭവിക്കാത്തത്? അതൊന്ന് ഓക്കെ, ഇനി വിമർശകരായിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ അതൊന്ന് പറയും. ദൈവം പറഞ്ഞ എന്ത് കാര്യമാണ് ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ വിഷയമാണെങ്കിലും വിധിയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള വാഗ്ദാനങ്ങളുടെ വിഷയമാണെങ്കിലും എന്താ സംഭവിക്കാത്തത്? ദൈവം എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അപ്പോൾ തന്നെ ഞാൻ അവതരിക്കുന്നു, അപ്പോൾ തന്നെ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു, അത്രത്തെ അത്ഭുതകരമായിട്ട് ഇടപെടൽ സംഭവിക്കുന്നു, എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് സംഭവിക്കാതിരിക്കുന്നെങ്കിൽ ഓക്കെ ഫൈൻ, സെറ്റാണത്, ശരിയാണ്, വിമർശനം വാലിഡാണ്. ദൈവം അങ്ങനെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം തരാം എന്ന് പടച്ചോൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം സെറ്റാണ്, വാലിഡ് ആണ്, ചോദ്യം പ്രസക്തമാണ്. പക്ഷെ പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സമദ് ബ്രോ ചോദിക്കുന്നത്. ശരിയാണ്, പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൂട്ടരെ? പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 186-ാമത്തെ വചനമാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എന്താ പറയുന്നത്? നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ, അതായത് നബിയോട് പറയാണ്, അള്ളാഹിനെ കുറിച്ച് വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ ഓരോട് പറയണം, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാവുന്നു, ഞാൻ പടച്ചോങ്ങളെ കൂടെ ഉണ്ട്, ഇന്നല്ലാഹു മഅന, പടച്ചോങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഓരോട് പറയണം. എന്നിട്ടോ പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് എന്നും പറയണം. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമല്ല, പ്രാർത്ഥിച്ചാൽ ഉത്തരം, ചോദിച്ചാൽ ഉത്തരം. ആര് പറഞ്ഞതാ? അള്ളാഹ് മുഹമ്മദ് നബിയോട് പറയാണ്, ചുറ്റും നിൽക്കുന്ന മനുഷ്യരോട് ഓലിനെ കുറിച്ച് ചോദിച്ചാൽ പറയും, അള്ളാഹ് നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് പറയണം. അതുകൊണ്ട് അവർ എൻ്റെ ആഹ്വാനം സ്വീകരിക്കും. അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് അവരോട് പറയണം. അങ്ങനെ അവർ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കും, എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്ന്. അതായത് പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, കല്ലിനോടും മുള്ളിനോടും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല, നിങ്ങൾ കഅബയ്ക്ക് ചുറ്റുമുള്ള വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട്, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഓലോട് പറയണം. അപ്പോൾ അവരത് പ്രതീക്ഷിച്ച് എന്നിൽ വിശ്വസിക്കും എന്നാണ് പടച്ചവൻ പറയുന്നത്. അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്ന് എന്നെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാൻ, ഞാൻ ഓല അടുത്ത് തന്നെ ഉണ്ട്, ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന്. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണേ. മുഹമ്മദുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടാക്കിയിരുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന പടച്ചോൻ ആരാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്കത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് തീരുമാനിക്കാം. അതുകൊണ്ട് ഒരു 6 മാസം ഞങ്ങളെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, 6 മാസം ഞങ്ങൾ നിന്റെ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കാം, എവിടെയാണ് പ്രതിഫലം കിട്ടുക എന്ന് നമുക്ക് നോക്കാലോ എന്ന് പറയുന്ന ഒരു കരാർ. ആ കരാർ പാതിക്ക് സമ്മതിച്ചു പോരുന്ന മുഹമ്മദ് പിന്നീട് അതിന്റെ അക്കടി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കൂല, നമ്മൾ ആരാധിക്കൂല നിങ്ങൾ ആരാധിക്കൂല, നിങ്ങളെ ദീനം നിങ്ങൾക്ക് നിങ്ങളെ ദീനം, നമുക്ക് നമ്മളെ ദീനം പറഞ്ഞിട്ട്. അപ്പൊ ഈ ഖുർആൻ വചനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉത്തരം തരൂല, ഇത് പരീക്ഷനാണ്, നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. ഈ 3 കണ്ടീഷൻ ഈ ഖുർആൻ വചനത്തിലുണ്ടോ? വേറെ ഏതെങ്കിലും ഖുർആൻ വചനത്തിലുണ്ടോ? ഇത് ജനറൽ ആയിട്ട് അള്ളാഹുവിന്റെ വാദം. ഇത്തരം ആയത്തുകളെ മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന പ്രതീക്ഷ വിശ്വാസികളുടെ ഇടയിൽ മതപണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഖുർആൻ വചനം ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അവർ ഇത്ര നേരം ശ്രമിച്ചത്. ഇവിടെ അള്ളാഹു പറയുന്നത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്ന പടച്ചോനുണ്ട് എന്ന് അവരോട് പറയുക പോലും വിശ്വസിച്ചോളും എന്നാണ് മുഹമ്മദ് നബിയോട്. ഇവിടെ ആ കണ്ടീഷൻ വെച്ചിട്ടുണ്ടോ? എന്തിനാണ് ഖുർആനെ നിരാകരിച്ചത്? അപ്പൊ അള്ളാഹുവിനെ ഇപ്പൊ ഇവര് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഖുർആനിനെ, ആയത്തുകളൊക്കെ നിരാകരിക്കുകയെ. ഖുർആനിൽ അങ്ങനത്തെ ആയത്തുണ്ടോ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യം. ഇനി ചോദ്യത്തിൽ നേരത്തെ കേട്ട അപകടങ്ങളിൽ അക്രമത്തിനിരയാകുന്ന ആളുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതും കൂടി നമുക്ക് നോക്കണല്ലോ. അക്രമത്തിനിരയാകുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയെ കുറിച്ച് അതായിരുന്നു ചോദ്യം. നിസ്സഹായാവസ്ഥയിൽ ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരുടെ നിലവിളിക്ക് പടച്ചോൻ ഉത്തരം കൊടുക്കുകയില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നിർവചനമുണ്ടോ? നമുക്ക് നോക്കാം. ദൈവം പറയാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നില്ല. അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ളതിനല്ലേ തെളിവായി മാറുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, ദൈവം പറയാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. അപ്പൊ ദൈവം ഇല്ല എന്നുള്ളതിനല്ലേ തെളിവാകുക? ഇതാണ് എനിക്ക് ചോദിക്കുന്നത്. ഇനി ദുരിതത്തിൽ അകപ്പെട്ടു പോയവർ, അക്രമം നേരിടുന്നവർ, അവരെ കുറിച്ചുള്ള പ്രാർത്ഥനയിൽ അതിനെക്കുറിച്ച് എന്താണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? സമദ് വിമർശകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളെന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതാ കേട്ടോളി. അള്ളാഹു അഥവാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുകയും വിഷമം നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധാക്കുകയും ചെയ്യുന്നവനോ? അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവവും ഉണ്ടോ?
കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഈ ഖുർആൻ വചനം എന്ന് പറയുന്നത്, ഞാനത് അതിലെ ഒരു സന്ദർഭം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ ഖുർആൻ വചനം എന്ന് പറയുന്നത് സൂറത്തു നംലാണ്. സൂറത്തു നംലിലെ 59-ാമത്തെ വചനം മുതൽ 62-ാമത്തെ വചനം വരെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. 62-ാമത്തെ വചനമാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ വിഷമത്തിൽ അകപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം നൽകുകയും ആപത്ത് നീക്കുകയും ചെയ്യും എന്നാണ് പടച്ചോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടവൻ, ദുരിതം അനുഭവിക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, ആക്രമിക്കപ്പെടുന്നവൻ, നിസ്സഹായാവസ്ഥയിൽ അക്രമത്തിനിരയാകുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അവന്റെ ദുരിതം നീക്കിക്കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 59-ാമത്തെ വചനം മുതൽ നിങ്ങൾ എടുത്തു നോക്കൂ. അത് എന്തിനാ പറയുന്നത് അറിയോ? അള്ളാഹുവിന് അതിന് കഴിയും, ബാക്കിയുള്ള ദൈവങ്ങൾക്ക് അതിന് കഴിയൂല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അതിന്റെ ബാക്കി വചനങ്ങൾ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. 2-3 വചനങ്ങൾ കൂടി ഒന്ന് വായിച്ചു തരാം. പറയുക, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. ഞാൻ തെരഞ്ഞെടുത്ത അവന്റെ അടിമകളിൽ സലാം ഉണ്ടാകട്ടെ, എന്തുണ്ടാവട്ടെ? രക്ഷ ഉണ്ടാവട്ടെ. അള്ളാഹുവോ അതല്ല അവനോട് പങ്കുചേർത്ത വസ്തുക്കളോ ആരാണ് ഉത്തമം? മക്ക മുശ്രിക്കുകളോടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതായത് അള്ളാഹു ആണോ ഉത്തമൻ, അതോ മറ്റു ദൈവങ്ങൾ, അള്ളാഹുവിനോട് പങ്കുചേർത്ത അല്ലെങ്കിൽ ദൈവമായി സങ്കല്പിക്കുന്ന മറ്റു വസ്തുക്കളാണോ? നിങ്ങൾ ഷിർക്കിൽ ആയിട്ടുള്ള ലാത്തയും ഉസ്സയും മനാത്തയുമാണോ? പടച്ചോനാണോ ഉത്തമൻ, വലിയോൻ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുകയും ആകാശത്തുനിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവനോ? അതൊന്നും ചെയ്യാത്തവനാണോ ഉത്തമം എന്ന് ബ്രാക്കറ്റിൽ. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നാം അള്ളാഹു ഭംഗിയുള്ള ചില തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, അതിലെ വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നതല്ല. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹും ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ അവർ അള്ളാഹുവിനോട് മറ്റു വസ്തുക്കളെ പങ്കുചേർക്കുന്ന ഒരു ജനതയാണ്. ആരെക്കുറിച്ചാണ്? ഷിർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. 61-ാമത്തെ വചനം, അല്ലെങ്കിൽ ഭൂമിയെ ഒരു വാസസ്ഥലമാക്കുകയും അതിനിടയിൽ നദികൾ ഒഴുക്കുകയും അതിന് ആണികളായി ചില പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും 2 സമുദ്രങ്ങൾക്കിടയിൽ ഒരു തടസ്സമുണ്ടാക്കുക ചെയ്തവനോ? ആരാണ് ഉത്തമൻ? അള്ളാഹുവിനോട് കൂടെ മറ്റു വല്ല ഇലാഹും ഉണ്ടോ? എന്നാൽ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമാണ് കഴിവുള്ളവൻ, ചെയ്യാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇലാഹിയത്ത് സ്ഥാപിക്കണം ഇവിടെ. എന്നിട്ട് അള്ളാഹു പറയാണ് അടുത്ത വചനത്തിൽ, അല്ലെങ്കിൽ വിഷമത്തിൽ അകപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം നൽകുകയും ആപത്ത് നീക്കുകയും നിങ്ങളെ ഭൂമിയിൽ ഖലീഫകളാക്കുകയും ചെയ്തവനോ ആരാണ് ഉത്തമൻ? എന്ന് പറഞ്ഞാൽ അള്ളാഹു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീക്കാൻ അവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്നാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. സമദ് അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞ ഹദീസ് എവിടെ കിടക്കുന്നു? ഈ ഖുർആൻ വചനം എവിടെ കിടക്കുന്നു? നേരത്തെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ എടുത്ത റീൽസിൽ ചോദിച്ച ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യം എവിടെ കിടക്കുന്നു? ആരാണ് ഖുർആനെ തള്ളുന്നത്? എന്തിനാ ഖുർആനെ ഇവർ ഖുർആനെ കൈവിട്ടിട്ടും ഇസ്ലാം ദീനിനെ രക്ഷിക്കാൻ പറ്റുമോ എന്നാണ്. ഖുർആൻ കത്തിച്ചിട്ടാണെങ്കിലും ഇസ്ലാമിനെ ഞങ്ങൾ രക്ഷിക്കും എന്നാണ് ബാസലു സംഘവും പറയുന്നത് എന്നാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ഈ 3 കണ്ടീഷൻ അപ്ലൈ ആണ്. ഇതിലങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊന്നും അർത്ഥമല്ല എന്നൊക്കെ വ്യാഖ്യാനിച്ചു വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ ഇവിടുത്തെ സുന്നികളുടെ പ്രധാനപ്പെട്ട പരിഭാഷ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള ഖുർആൻ പരിഭാഷയിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങളെ കൽപ്പിച്ചു. ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ എന്താണ് ഈ തഫ്സീറിൽ പറയുന്നത് എന്ന് നമ്മൾ നോക്കൂ. വിഷമത്തിൽ അകപ്പെട്ടവൻ ചെയ്യുന്ന പ്രാർത്ഥന പ്രത്യേകമായ ഉത്തരം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അവന്റെ നിസ്സഹായാവസ്ഥ അള്ളാഹു കണ്ടറിയുന്നു എന്നത് തന്നെ കാരണം. ഗുരുതരാവസ്ഥയിലും നിസ്സഹായ ഘട്ടങ്ങളിലും മർദ്ദിത വേളകളിലുമുള്ള ദുആകൾ പറ്റി ഹദീസിൽ വളരെയധികം പരാമർശം കാണാം. ഹസ്രത്ത് മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ചപ്പോൾ പുണ്യ റസൂലുള്ള ഉണർത്തി, അക്രമവിധേയനായ മനുഷ്യന്റെ ദുആ നീ കരുതിയിരിക്കണം, കാരണം അവനും അള്ളാഹുവിനും ഇടയിൽ വേറെ മറയൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിസ്സഹായാവസ്ഥയിൽ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന അപ്പോൾ ഉത്തരം കിട്ടുന്നതാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് ഈ ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ. എന്നിട്ട് ഇതിൽ ബാക്കി എഴുതി നോക്കൂ. 3 പ്രാർത്ഥനകൾക്ക് നിസ്സംശയം ഉത്തരം നൽകപ്പെടുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചതിൽ ഒന്ന്, അവിടുന്ന് പറഞ്ഞാൽ എവിടുന്ന്? മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തതിൽ ഒന്ന് അക്രമവിധേയന്റെ ദുആ ആണത്രേ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അള്ളാഹു അല്ലേ ഉത്തമൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് നിസ്സഹായാവസ്ഥയിൽ ആക്രമിക്കപ്പെടുന്ന ഒരാളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയും അള്ളാഹുവിനും ഇടയിൽ മറയില്ലെന്നും അത്തരം ചോദിച്ചാൽ ഉടൻ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അക്രമവിധേയനായവന്റെ പ്രാർത്ഥനയിൽ പെടും എന്നും, അല്ലെങ്കിൽ അത്തരം പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടും എന്നും നിങ്ങൾ മനസ്സിലാക്കണം.
ഇനി നിങ്ങൾ നേരത്തെ ഇവർ റിയാക്ട് ചെയ്യാനെടുത്ത റീൽസിൽ പറഞ്ഞ ആ ചോദ്യം എന്തായിരുന്നു? പിഞ്ചുകുട്ടികൾ നിസ്സഹായരാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്ത പടച്ചോൻ, രക്ഷിക്കാൻ കഴിയുന്ന പടച്ചോൻ എന്നാണ് പടച്ചോനെ കുറിച്ച് പറഞ്ഞത്. അവരെ രക്ഷിക്കുമെന്നും അത്തരം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ആളുകളോട് അക്രമം പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. ദുആക്ക് ഇജാബത്തുള്ള പ്രാർത്ഥനകൾ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇജാബത്തുള്ള പ്രാർത്ഥന, ഇജാബത്ത് ഉറപ്പുള്ള പ്രാർത്ഥന, അങ്ങനെ കുറച്ചധികം പ്രാർത്ഥനകളുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയെന്നാണോ എതിരായിന്നോ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അത് സ്വീകരിക്കപ്പെടും എന്നാണ്. ഇവിടെ അള്ളാഹു പരലോകത്ത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല, അല്ലെങ്കിൽ വേറെ ഒന്നും എടുത്തു കളയും, അല്ലെങ്കിൽ വേറെ തരുതൊന്നുമല്ല. കഷ്ടപ്പെടുന്നവന്റെ, ദുരിതം അനുഭവിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അത് പരിഹരിക്കുകയും അള്ളാഹു അതിന് പരിഹാരം കൊടുക്കുകയും ചെയ്യും എന്ന് ഖുർആൻ വചനത്തിൽ പറയുകയും അതിന്റെ വിശദീകരണത്തിൽ അത് വിശദമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ എവിടെയാണ് ഖുർആനിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊന്നും ഖുർആനിലില്ല, ഉത്തരം തരാമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു തരം ഒരു വാദഗതി എന്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അള്ളാഹു ഈ പറഞ്ഞതൊക്കെ പണ്ട് പറഞ്ഞതല്ലേ ചങ്ങായിമാരെ. ഇപ്പോഴത്തെ കുട്ടികളടുത്ത് ഈ പ്രാർത്ഥനയുടെ ഉത്തരം എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ എവിടെ ഉത്തരം എന്ന് ചോദിക്കൂലേ? അപ്പൊ അത് അങ്ങനെ ഉത്തരം തരാമെന്നൊന്നും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടോളി, ഞങ്ങൾ അവിടെ സ്വർഗം തരാമെന്ന് മാത്രമേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളൂ എന്ന ബഡായി ഒന്നും ഇറക്കണ്ട. അള്ളാഹു പറഞ്ഞത് നടക്കുന്നില്ല, അള്ളാഹു ഈ പറഞ്ഞ വാഗ്ദാനം അള്ളാഹു പാലിക്കുന്നില്ല. അപ്പൊ അത് അള്ളാഹു ഇല്ല എന്നതിന്റെ തെളിവാണ്. നേരത്തെ നമ്മുടെ സമദ് പറഞ്ഞതനുസരിച്ച് അള്ളാഹു പറഞ്ഞത് നടക്കുകയും പറയാത്തത് നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണെന്നാണ് സമദ് പറഞ്ഞത്. അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന വിശ്വാസികളുടെ തിരിച്ചറിവിൽ നിന്നാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അള്ളാഹ് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്നില്ല എന്നത് ഇത് അള്ളാഹു അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുടെ വചനമൊന്നല്ല. അങ്ങനെ രക്ഷിക്കാൻ ഒരാളെ ഇവിടെ കുത്തിയിരിക്കുന്നില്ല. ഇതൊക്കെ വെറും തട്ടിപ്പും തരികിടയുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരികിടയാണ് എന്നും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നതും ഹദീസ് എടുത്തിട്ട് അള്ളാഹിന്റെ വചനം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധമായ തരികിടയും തട്ടിപ്പും ആണ്. അല്ല നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, എനിക്കത് മനസ്സിലാവാത്തതാണെങ്കിൽ സമദിനോട് പറയുന്നു, നിങ്ങളുടെ വായ വത്തിച്ചുള്ള അളിഞ്ഞ ചിരിയല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം, സമദ് പറയണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ബാസിലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാസിൽ അതിനുള്ള പാങ്ങില്ല. ബാസിലിന് ഖുർആൻ വിശദീകരിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനോ, ഒരു ഇസ്ലാമിക വിഷയത്തിൽ ഒരാളോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്നെപ്പോലെ ഒരാളെടുത്ത് ഒരു ഇസ്ലാമിക വിഷയത്തിൽ സംവാദത്തിന് വരാനോ എന്നുള്ള ത്രാണിയില്ലാത്ത ഒരു സാധുവാണ് അബ്ദുള്ള ബാസിൽ എന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അബ്ദുള്ള ബാസിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാൻ ഏതെങ്കിലും ഒരാളെ കൂട്ടുപിടിക്കുന്നത് എന്നുകൂടി ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. മറ്റു ഒരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം.